ചെങ്കോട്ട ഭീകരാക്രമണ കേസിലെ പ്രതികൾ അവർക്ക് പല ഭീകര അല്ലെങ്കിൽ വിദേശ ഭീകരരുമായിട്ടുള്ള ബന്ധം, ഹാൻഡിലേഴ്സുമായിട്ടുള്ള ബന്ധം ഈ ബോംബ് നിർമ്മാണത്തിനടക്കം സഹായകരമാകുന്ന വീഡിയോ ദൃശ്യങ്ങൾ കൈമാറി തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ ബാലോബാൻ. തീർച്ചയായും ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്ക് രാജ്യാന്തര ബന്ധം, അവരുടെ രാജ്യാന്തര ബന്ധം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ NIA-ക്ക് ലഭിക്കുന്നത്. 2022 ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ ചാവേർ ആയിരുന്ന ഭീകരൻ ഉമർ നബി, അദ്ദേഹം ഈ തുർക്കി സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തോടൊപ്പം 2 പേർ കൂടി ഉണ്ടായിരുന്നു. ആ സന്ദർശന വേളയിലാണ് അവർ ഈ തുർക്കി കേന്ദ്രീകരിച്ച് തുർക്കിയിൽ ഉള്ള സിറിയ ഭീകരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ആ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ NIA ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഉമർ നബി അൽഫലാഖ് സർവകലാശാലയിൽ എത്തുന്നതും തുടർന്ന് ഫരീദാബാദ് കേന്ദ്രീകരിച്ചുള്ള ഭീകര മോഡ്യൂളിന് രൂപം നൽകുകയും ഒക്കെ ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ ബോംബ് നിർമ്മാണം സംബന്ധിച്ചുള്ള വീഡിയോകൾ ലഭിച്ചിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുണ്ട്. 42 വീഡിയോകളാണ് എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പ് ഉപയോഗിച്ച് ഇവർക്ക് ലഭ്യമായിരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. ഇതിനിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന സമീപകാലത്ത് നടന്ന ചില ഈ സ്ഫോടനങ്ങൾ, അതായത് രാമേശ്വരം കഫേ സ്ഫോടനം, അതുപോലെ തന്നെ കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടനം, ഇവയിലൊക്കെ ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച അതേ ഹാൻഡിലർമാരാണോ പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ട്. ഏതായാലും അന്വേഷണം വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ചിലരെ വരും ദിവസങ്ങളിൽ NIA കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, വി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.